മലയാള ചലച്ചിത്രത്തിലെ ഒരു പ്രമുഖ നടിയായിരുന്നു കവിയൂർ പൊന്നമ്മ. മലയാള സിനിമയിലെ അമ്മ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര താരമാണ് കവിയൂർ പൊന്നമ്മ. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലെ കവിയൂർ എന്ന ഗ്രാമത്തിലാണ് പൊന്നമ്മ ജനിച്ചത്. തെക്കേതിൽ വീട്ടിൽ ടി.പി. ദാമോദരൻ്റെയും ഗൗരിയമ്മയുടെയും 7 മക്കളിൽ മൂത്തയാളായി 1945 സെപ്റ്റംബർ 10 ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം LPR വർമ്മയുടെ കീഴിൽ സംഗീതം പഠിച്ചു. ചങ്ങനാശ്ശേരി വെച്ചൂർ എസ് ഹരിഹര സുബ്രഹ്മണ്യ അയ്യരുടെ കീഴിലും സംഗീതം പഠിച്ചിട്ടുണ്ട്. 14-ാമത്തെ വയസ്സിൽ അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിന്റെ നാടകങ്ങളിൽ ഗായികയായാണ് കലാരംഗത്ത് വരുന്നത്. KPAC-യുടെ മൂലധനം എന്ന നാടകത്തിലൂടെ നാടകരംഗത്തെത്തി. തോപ്പിൽ ഭാസിയെ ആണ് തന്റെ അഭിനയകലയുടെ ഗുരുവായി കാണുന്നത്. സിനിമാ നിർമ്മാതാവായിരുന്ന മണിസ്വാമിയാണ് പൊന്നമ്മയുടെ ഭർത്താവ്. വിവാഹിതയായ ഒരു മകളുണ്ട്. അന്തരിച്ച പ്രശസ്ത നാടക സിനിമാ നടിയായിരുന്ന കവിയൂർ രേണുക പൊന്നമ്മയുടെ സഹോദരിയാണ്. 1962-ലാണ് ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിൽ ആദ്യമായി ക്യാമറയ്ക്ക് മുമ്പിൽ എത്തുന്നത്. രാവണനായി കൊട്ടാരക്കര ശ്രീധരൻ നായരെത്തിയപ്പോൾ മണ്ടോദരിയായത് കവിയൂർ പൊന്നമ്മയായിരുന്നു. 1965-ൽ പുറത്തിറങ്ങിയ തൊമ്മന്റെ മക്കൾ എന്ന സിനിമയിൽ സത്യന്റെയും മധുവിന്റെയും അമ്മയായി കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ മിക്ക നടീനടന്മാരുടെ അമ്മയായി അഭിനയിച്ചിട്ടുണ്ട്. 1973-ൽ പെരിയാർ എന്ന ചിത്രത്തിൽ മകനായി അഭിനയിച്ച തിലകൻ പിൽക്കാലത്ത് കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവെന്ന നിലയ്ക്ക് നല്ല ജോഡിയായി ഖ്യാതി നേടി. 1965-ലെ തന്നെ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ സത്യന്റെ നായികാ കഥാപാത്രമായി അമ്പലക്കുളങ്ങര എന്ന മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനമുൾപ്പെടെയുള്ള രംഗങ്ങളിൽ കവിയൂർ പൊന്നമ്മ അഭിനയിച്ചു. ആ വർഷം തന്നെ സത്യന്റെ അമ്മവേഷവും ചെയ്തു. 1947-ൽ പുറത്തിറങ്ങിയ നെല്ല് എന്ന ചിത്രത്തിലെ സാവിത്രി എന്ന കഥാപാത്രമാണ് അമ്മവേഷങ്ങളിൽ നിന്ന് വേറിട്ട് കാണാവുന്ന പൊന്നമ്മയുടെ മറ്റൊരു കഥാപാത്രം. ഏറ്റവും നല്ല രണ്ടാമത്തെ നടിക്കുള്ള അവാർഡുകൾ 4 തവണ കരസ്ഥമാക്കി. 1971-ലും 1972-ലും 1973-ലും 1994-ലും ആയിരുന്നു അവാർഡുകൾ കരസ്ഥമാക്കിയത്. പൂക്കാര, പൂതരുമോ, വെള്ളിലങ്കാട്ടിൽ ഒളിച്ചു കളിക്കുവാൻ എന്നീ പ്രശസ്ത നാടക ഗാനങ്ങളും കവിയൂർ പൊന്നമ്മ ആലപിച്ചതാണ്. J. ശശികുമാർ സംവിധാനം ചെയ്ത കുടുംബിനി എന്ന സിനിമയിലൂടെയാണ് അവർ ചലച്ചിത്ര രംഗത്തെത്തുന്നത്. ആദ്യ ചിത്രത്തിൽ ഷീലയുടെ അമ്മയായി അഭിനയ രംഗത്തെത്തിയ ഇവർ പിന്നീട് ധാരാളം അമ്മവേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാള സിനിമാ രംഗത്തെ മിക്ക പ്രമുഖ നടന്മാരുടെയും അമ്മയായി കവിയൂർ പൊന്നമ്മ വേഷമിട്ടിട്ടുണ്ടെങ്കിലും മോഹൻലാലിന്റെ അമ്മയായുള്ള വേഷങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്ക് ചികിത്സയിൽ തുടരവേ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് 2024 സെപ്റ്റംബർ 20-ന് അന്തരിച്ചു.